ഷീറ്റും എല്ലാം വാരി വലിച്ചിട്ടേക്കാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കി നമ്മളെ റൂം ബെഡൊക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയിലോട്ട് പോകാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴുകി വയ്ക്കാൻ വിചാരിച്ചു. അപ്പോൾ ഈ സമയത്തൊക്കെ പീൽ എൻ്റെ കൂടെ ഉണ്ട്, കാരണം നമുക്ക് നേഴ്സറിലും കൂടെ പോകാത്തതുകൊണ്ട് എൻ്റെ പിറകേ തന്നെയാണ്. അങ്ങനെ ഞാൻ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി എടുത്ത് വെച്ചു. പിന്നെ നാളത്തേക്ക് ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അരിയും ഉഴുന്നും കൂടെ വെള്ളത്തിലിടാണ് കേട്ടോ. പീലിക്ക് ദോശയേക്കാളും കൂടുതൽ ഇഷ്ടം ഇഡ്ഡലിയാണ്. പക്ഷേ ഇഡ്ഡലിയുടെ പാത്രം കഴുകുന്ന മെനക്കേട് ആലോചിക്കുമ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും കേട്ടോ. അവൾ ദോശയാണെങ്കിലും ഇഡ്ഡലിയാണെങ്കിലും കഴിച്ചോളും, പക്ഷേ ഇഡ്ഡലിയും സാമ്പാറാണ് കൂടുതലിഷ്ടം. അങ്ങനെ ഞാനൊരു 3-4 വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കഴുകി നമ്മുടെ അരി ഉഴുന്നും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അരി ഉഴുന്നിട്ട വെള്ളത്തിൽ തന്നെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്, അതാണ് നല്ലത് കുറച്ചും കൂടി. അപ്പോൾ നമ്മൾ കഴുകി ഇട്ടേക്കുന്ന വെള്ളമല്ലേ, അപ്പോൾ പിന്നെ അത് പ്രശ്നമില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ അടുക്കളയുടെ സ്ലാബൊക്കെ ഒന്ന് തുടയ്ക്കണമായിരുന്നു. ഞാൻ ജോലി കഴിഞ്ഞിട്ട് എന്നും ഇങ്ങനെ സ്ലാബൊക്കെ ഒന്ന് തുടച്ചിടും. പിന്നെ അടുക്കള നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്യും. പിന്നെ ഗ്യാസ് അടുപ്പൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ തുടച്ചുകൊണ്ട സമയത്ത് ഒരു ടെയിൽ ഇളകിയിരിക്കുന്ന ഭാഗം ഉണ്ടായിരുന്നു അടുക്കളയിൽ. അപ്പോൾ അതിൽ കയറി എൻ്റെ കൈ നന്നായിട്ടൊന്ന് കീറി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ആക്ഷൻ കൂടി ഇട്ടതുകൊണ്ടാണ് പീലി ഭയങ്കര കരച്ചിലായിരുന്നു, പാവം. കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് ഭയങ്കര വേദനയായിരുന്നു, കുറച്ച് ബ്ലഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പ്രശ്നമൊന്നുമില്ല, അത് എന്തായാലും പൊയ്ക്കോളും. പിന്നെ ഞാൻ ആദ്യം കുറച്ച് ആക്ഷൻ ഇട്ടെങ്കിൽ പിന്നെ അവളുടെ സങ്കടം കണ്ടപ്പോൾ എനിക്ക് വിഷമമായി കേട്ടോ. അപ്പോൾ ഞാനും അവളുടെ അടുത്ത് പറഞ്ഞ് പെട്ടെന്ന് കുറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു.